ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിൽ ആരി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു വർക്കാണിത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ഡിസൈനാണിത്. പ്രത്യേകിച്ച് മോഡലൊന്നും നമ്മൾ തുണിയിൽ ട്രേസ് ചെയ്യുന്നില്ല, പകരം ഒരു വൈറ്റ് പേപ്പറിൽ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോർഡർ വരുന്ന ഭാഗം ആദ്യം പ്ലെയിനായിട്ട് ഇടാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്തോ ഒരു ഭംഗിയില്ല എന്ന് തോന്നിയിട്ട് അവിടെ നമ്മൾ ഗ്രീൻ കളർ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബോർഡറിന് മുകളിലായിട്ട് സെയിം കളറിൽ ചെറിയ ത്രെഡ് ഉപയോഗിച്ച് 2 ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ സിൽക്ക് ത്രെഡ്, റെഡ് കളർ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് 2 ലൈൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആൻറ്റിക് ഷെയ്ഡിലുള്ളൊരു ഷുഗർ ബീഡ്സാണ് ഉപയോഗിക്കുന്നത്. അതും 1 ലൈൻ കൊടുത്തിട്ടുണ്ട്. ഷുഗർ ബീഡ്സ് നമ്മളെപ്പോഴും ഒന്നുകിൽ 2 അല്ലെങ്കിൽ 3 ഒക്കെ വെച്ചിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കാരണം അതിൽ കൂടുതലൊക്കെ ആയി കഴിയുമ്പോൾ അതിങ്ങനെ വല്ലാതെ ഒരു ഭംഗിയില്ലാതെ ഇങ്ങനെ ഇരിക്കും, പെട്ടെന്ന് ഇളകി പോകും എന്നുള്ള രീതിയിലിരിക്കും. ഞാൻ 2 ബീഡ്സ് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിൽ വീണ്ടും റെഡ് കളർ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് രാത്രിയിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് രാവിലെ നമുക്ക് വർക്ക് ചെയ്യാൻ പാകത്തിന് അപ്പോഴത്തേന് ഈ സ്റ്റോണൊക്കെ സെറ്റായിട്ടുണ്ടാവും. ഒട്ടി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ രാത്രിയിലാണ് ഞാൻ കൂടുതലും ഈ ഒട്ടിപ്പ് പരിപാടികളൊക്കെ രാത്രിയിലാണ് ചെയ്യുന്നത്. ഇനി ഈ റെഡ് സ്റ്റോണിൻ്റെ മുകളിലൂടെ റാ പോലൊരു ഡിസൈനാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഈ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ്, ആൻറ്റി ഗോൾഡ് കളർ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. അത് ഞാൻ 3 ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരുമിച്ചെടുത്ത് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഭംഗി തോന്നിയത് 3 ബീഡ്സ് വെച്ചിട്ട് ഒരു റാ പോലൊരു ഷേപ്പ് ചെയ്യുന്നതിനാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു ഫ്ലവറാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും റെഡ് കളർ സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ സിൽക്ക് ത്രെഡ് സീക്വൻസും കൂടെ വെച്ചിട്ട് ഈ ഡിസൈൻ്റെ ഒന്നിടവിട്ടുള്ള സ്പേസിൽ നമ്മൾ ഒരു ഫ്ലവർ ചെയ്യുകയാണ്. അപ്പോൾ 8 ലെയറായിട്ടുള്ളത് സിൽക്ക് ത്രെഡ് എടുത്തിട്ട് നോർമൽ നീഡിലാണ് അത് ചെയ്യുന്നത്. ഇതുപോലെ കുത്തിയെടുത്തിട്ട് സീക്വൻസ് വെച്ചിട്ട് അവിടെ ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലവർ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഇനി ഈ ഡോട്ട്സ് കൊടുത്തേക്കുന്ന ഭാഗങ്ങളിൽ ബീഡ്സ് വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുക്കാം. അതിന് റൗണ്ട് ബീഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററിൽ ഒരു റൗണ്ട് ബീഡും 4 സൈഡിലും കട്ട് ബീഡുമാണ് ഉപയോഗിക്കുന്നത്. അതും ആൻറ്റിക് ഗോൾഡ് കളർ ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഡിസൈനും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.